അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വോട്ട് രേഖപ്പെടുത്താനായി കഴിഞ്ഞ 15 ദിവസമായി മാധ്യമങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ചോദ്യങ്ങൾ അനവധിയാണ്. പക്ഷെ ഒറ്റ ഉത്തരം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഈ തനിക്കെതിരായ കേസുകളിൽ, പീഡന കേസുകളിൽ തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറഞ്ഞതുമൊക്കെ കോടതിയുടെ മുമ്പിലുണ്ട്. സത്യം തെളിയുമെന്ന ഉത്തമ വിശ്വാസമുണ്ട്, മറ്റൊന്നും പറയാനില്ല എന്നതാണ്. ശേഷം ചായ കുടിക്കാൻ ഒരിടത്ത് കയറി അവിടെ ആളുകളുമായി സംസാരിക്കുന്നു. MLA ഓഫീസിലേക്ക് എത്തുന്നു. അതിന് സമീപത്തുള്ള വീടുകളിൽ കയറി അവരുമായി സംസാരിക്കുന്നു. മാധ്യമങ്ങൾ പിന്നാലെ ഉണ്ടായിരുന്നു. പല ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. പക്ഷേ കൂടുതലൊന്നും പറയാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗോകുൽ. ശരി, ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും രാഹുലിന്റെ വരവിനെ കുറിച്ച് എന്തെങ്കിലും ഷാഫി പറയുമോ എന്നറിയില്ല. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നതൊക്കെയായിരുന്നു ചോദ്യം. പക്ഷെ അതിനോടൊന്നും പറയുകയുണ്ടായില്ല. എന്തായാലും 15 ദിവസത്തിന് ശേഷം പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയ MLA ഇനി ഇങ്ങനെ ഒരു അബ്സ്കോണ്ടിങ് എന്ന നിലയിലേക്ക് പോകില്ല എന്ന് കരുതാം. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല എന്നത് മാത്രമാണ്. പിന്നെ ഒരു കടയിൽ വെച്ചായിരുന്നു ചോദ്യങ്ങൾ. അതിനോട് ചായ കുടിച്ച് ചിരിച്ച മുഖത്തോടെ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. പാർട്ടി നടപടി എങ്ങനെയാണ് രാഹുൽ കാണുന്നത്? മറ്റ് ഇനി എന്നാണ് ഓഫീസിലേക്ക് പോകണം? ഒന്നിനും ഇനി മറുപടിയില്ലാന്നാണോ? എന്താ നീക്കം? ഗൂഗിൾ ഇനിയപ്പോ പാലക്കാട് ഉണ്ടാകും അല്ലേ? രാഹുൽ ഇനി പാലക്കാട് ഉണ്ടാകുമെന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. ഏതായാലും ഇപ്പോൾ MLA ഓഫീസിലുണ്ട്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഒന്നിനും രാഹുൽ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. പല തവണ പല കുറി പല തരത്തിൽ ചോദിച്ചു. രാഹുൽ എവിടെയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു, ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുമോ, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ, ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ പാർട്ടി നടപടിയെക്കുറിച്ച് ചോദിച്ചു. ഇതിനൊക്കെ തന്നെ ഒരു ചിരിയും ചായ കുടിയും മാത്രമായിരുന്നു രാഹുലിൻ്റെ മറുപടി. അതിനപ്പുറത്തേക്ക് മറ്റൊരു മറുപടിയും രാഹുൽ തരാനുണ്ടായിരുന്നില്ല. രാഹുൽ തന്നുമില്ല. അങ്ങനെ രാഹുൽ അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീടൊന്നും തന്നെ പറയാൻ തയ്യാറായില്ല. ഇനി തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുമോ എന്ന ചോദ്യത്തിനും രാഹുൽ ഒരു മറുപടിയും പറയാതെ പോവുകയാണ് ചെയ്തത്. അദ്ദേഹം MLA ഓഫീസിലെത്തിയതിനു ശേഷം പിന്നെയും നമ്മൾ ഇവിടെ വെച്ച് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. തനിക്കിന്ന് പറയാനുള്ളതെല്ലാം കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതികരണവും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. തനിക്ക് പറയാനുള്ളതും തന്നെ കുറിച്ച് പറയാനുള്ളതും കോടതിയുടെ മുന്നിലുണ്ട്. അതിനപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞത്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ കുറേ കാര്യങ്ങളുണ്ട്. പാലക്കാട്ടെ വോട്ടർമാർക്ക് അറിയാൻ കുറേ കാര്യങ്ങളുണ്ട്. വിവിധ വിഷയങ്ങളുണ്ട്. 13 ദിവസത്തിന് ശേഷമാണ് പാലക്കാട് MLA ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെക്കുറിച്ചൊക്കെ തന്നെ ചോദിച്ചെങ്കിലും രാഹുൽ ഒന്നിനും ഒരു മറുപടിയും പറഞ്ഞില്ല. ഇന്ന് അദ്ദേഹം എന്തെങ്കിലും മറുപടി പറയുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹം തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ചില വാചകങ്ങളിൽ മാത്രമാണ് കാര്യങ്ങൾ ഒതുക്കിയത്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. കൂടുതലൊന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇനിയിപ്പോൾ പാലക്കാട് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് ഹാജരാകും എന്നായിരിക്കാം ഒരുപക്ഷെ തീരുമാനമെന്ന് തോന്നുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറയാൻ രാഹുൽ തയ്യാറാകുന്നില്ല.